ചരിത്രത്തിൽ ആദ്യമായി റബ്ബർ വില ട്രിപ്പിൾ സെഞ്ചുറിയിലേക്ക്. ആഗോള റബ്ബർ വില കിലോഗ്രാമിന് 300 രൂപയിലേക്ക്. റബ്ബർ വില ഇത്രത്തോളം ഉയർന്നു നിൽക്കാൻ പ്രധാനപ്പെട്ട കാരണം ക്രൂഡ് ഓയിൽ വിലയാണ്. വമ്പൻ കുതിപ്പ്. ഇത് ചരിത്രത്തിലാദ്യം. അതെ, റബ്ബർ ആഗോള വില കിലോഗ്രാമിന് 300 രൂപയിലേക്ക് കുതിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായിട്ടാണ് റബ്ബർ വില ട്രിപ്പിൾ സെഞ്ചുറിയിലേക്ക് കടക്കുന്നത്. നിലവിൽ തായ്ലാന്റ് മാർക്കറ്റിലെ വില 292 രൂപയ്ക്ക് മുകളിലാണ്. തായ്ലാന്റിൽ ഇത്തവണ ഉൽപാദനം മുൻവർഷത്തേക്കാൾ നേർപകുതിയാണ്. മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനമാണ് ഇവിടെ പ്രധാന പ്രശ്നം. വിദേശ കമ്പനികൾ ചരക്ക് ശേഖരിക്കാൻ നീക്കം വേഗത്തിലാക്കിയതോടെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ വില കുതിച്ചുകയറാൻ തുടങ്ങിയത്. ഷീറ്റ് ക്ഷാമം ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. അതിനാൽ തന്നെ ടയർ കമ്പനികൾ കൂടിയ അളവിൽ ചരക്ക് ശേഖരിക്കാൻ തയ്യാറെടുക്കുന്നതും വിപണിയിൽ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത്. റബ്ബർ വില ഇത്രത്തോളം ഉയർന്നു നിൽക്കാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടം തന്നെയാണ്. സിന്തറ്റിക് റബ്ബർ നിർമ്മാണം ലാഭകരമല്ലാതായി മാറിയതാണ് ഇപ്പോൾ പ്രകൃതിദത്ത റബ്ബറിന്റെ ഡിമാൻഡിലും പ്രതിഫലിക്കുന്നത്. കേരളത്തിലെ റബ്ബർ വില നിലവിൽ കിലോഗ്രാമിന് 260 രൂപയ്ക്ക് മുകളിലാണ്. വില ഇനിയും ഉയരുമെന്ന് തന്നെയാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. റബ്ബറിനൊപ്പം മറ്റ് അസംസ്കൃത വസ്തുക്കളുടെ വിലയിലും കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് ടയർ കമ്പനികളെ വലിയ തരത്തിലാണ് പ്രതിസന്ധിയിലാക്കിയത്. ഇറക്കുമതി നിയന്ത്രണത്തിൽ താൽക്കാലികമായ ഇളവ് അനുവദിക്കണമെന്ന ടയർ കമ്പനികളുടെ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. റബ്ബർ ഒഴികെയുള്ള മറ്റു ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടയർ കമ്പനികൾക്ക് വിദേശത്ത് നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത് അധിക സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. കിലോഗ്രാമിന് 30 രൂപയിലേറെ കൂടുതലാണ് വിദേശ വില. കൂടാതെ പശ്ചിമേഷ്യൻ പ്രശ്നം മൂലം കണ്ടെയ്നർ ചാർജുകളും ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ വേനൽക്കാലം കടുത്തതോടെ കേരളത്തിൽ ഇത്തവണ ടാപ്പിംഗ് മന്ദഗതിയിലാണ്. അതിനാൽ തന്നെ കർഷകരുടെ കൈവശം കാര്യമായ ചരക്ക് ലഭിക്കാനില്ല. ഇനി മഴക്കാലത്ത് റബ്ബർ മറകൾ സ്ഥാപിച്ച ശേഷം ടാപ്പിംഗ് നടത്താൻ മാത്രമേ ചരക്ക് ലഭ്യത വർദ്ധിപ്പിക്കൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന് സമയമെടുക്കും. ഇപ്പോഴത്തെ ഈ ലാഭം ആസ്വദിക്കാൻ കർഷകർക്ക് സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. നിലവിലെ കാര്യങ്ങൾ മെച്ചപ്പെട്ടാൽ അത് റബ്ബർ കർഷകർക്കും ഇരട്ടി സന്തോഷം തന്നെ തരും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.